രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിന്തകളോട് ചിന്തകളാണ്. ഇന്ന് രാവിലെ എന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം തലേ ദിവസം വൈകുന്നേരമേ തുടങ്ങുക കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് എന്താണ് വേണ്ടത്, വൈകുന്നേരം എന്താണ് വേണ്ടത്, അങ്ങനെ ചിന്തകളോട് ചിന്തകളായിരിക്കും. അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഇന്നൊന്നും കുക്ക് ചെയ്യേണ്ടെന്നുള്ളൊരു തീരുമാനം എടുത്തത്. കാരണം 1-2 പരിപാടികളുണ്ടായിരുന്നു. രാവിലെ നെട്ടയത്തു നിന്നാണ് വന്നപ്പോഴേക്കും പുട്ടും കണവ മെഴുക്ക് പുരട്ടി, കൂന്തൽ മെഴുക്ക് പുരട്ടിയും കൊണ്ടുവന്നു. അത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് ടെക്സ്റ്റിൽ പോയിട്ട് ബിരിയാണി കഴിക്കാമെന്ന് കരുതി. പോത്ത് ബിരിയാണി കഴിക്കാനായിട്ടൊരു കൊതി. എൻ്റെ അമ്മ അവിടെ ചെന്ന പാടെ തന്നെ പോത്തിൻ്റെ മണവും ബഹളവും തന്നെ. 12 മണിക്ക് നമ്മളെത്തി. അതുകൊണ്ട് തന്നെ അധികം തിരക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പോത്ത് ബിരിയാണിയും കിട്ടി കേട്ടോ. ഒരു മണിയൊക്കെ ആയിട്ടാണ് ചെല്ലുന്നതെങ്കിൽ പോത്ത് ബിരിയാണിയും കാണത്തില്ല. ഇവിടെ നിൽക്കാനും പറ്റാത്ത സ്ഥലം പോലും ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കും. അത്രയ്ക്ക് തിരക്കായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല പോത്ത് ബിരിയാണി, ഏറ്റവും നല്ല ബിരിയാണി ഫുഡ് ടെക്സ്റ്റിലെ ഈ ഒരു പോത്ത് ബിരിയാണിയാണ് കേട്ടോ. അത് ഞാൻ അവകാശപ്പെടുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും കഴിക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. സൂപ്പർ ബിരിയാണി ആയിരുന്നു. അതും അവിടെ ഇരുന്ന് തന്നെ കഴിക്കുക കേട്ടോ. പാഴ്സലൊന്നും വാങ്ങിക്കൊണ്ട് പോകേണ്ട, അവിടെ ഇരുന്ന് കഴിച്ച് നോക്കുക. അടിപൊളി ബിരിയാണിയാണ്. എന്നിട്ട് കിളക്കലും പറിക്കലും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ഉള്ള നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഫുള്ളായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയൊക്കെ വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അങ്ങോട്ടേക്ക് പോയാൽ മതി. എന്നിട്ട് ട്യൂഷന് വിട്ട ശേഷം ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ചു. നേരെ വീട്ടിൽ വന്നപ്പോൾ ഇനി അടുത്ത് ഡിന്നർ ഉണ്ടാക്കണ്ടേ, എന്ത് കുന്തം ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴേക്കും എന്തോ ബർഗറോ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ഏട്ടനും ബർഗർ കഴിക്കുമെന്ന് വെച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞ് കഴിക്കാമെന്ന്. അപ്പോൾ വേദയോട് പറഞ്ഞു, വേദാ മക്കളെ നീ ഉണ്ടാക്കുമ്പോൾ അച്ഛനോട് ഒരെണ്ണം ഉണ്ടാക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, വേദത്തെ ബർഗർ ഉണ്ടാക്കുകയാണ്. ഞാൻ പിന്നെ എൻ്റെ കാടമുട്ട സ്പെഷ്യൽ ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് കരുതി അങ്ങനെ കാടമുട്ട എല്ലാം പുഴുങ്ങാണ്. എന്തായാലും വേദ ബർഗറും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ. പകുതി ജോലി അവൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ബർഗറിൽ വെക്കുന്ന പാറ്റിയൊക്കെ വാങ്ങിച്ച് അതെല്ലാം കൂടി പൊടിഞ്ഞ് ആകെ കൂടി കുളമായിട്ട് കിടക്കുകയാണ്. ഫ്രൈസ് എടുത്ത് എണ്ണയിലിട്ടപ്പോഴേക്കും അതെല്ലാം കൂടി പൊട്ടിത്തെറിച്ച് ഏതാണ്ടൊക്കെ പോലെ പടക്കം പൊട്ടും പോലെയൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രൈസ് എല്ലാം വറുത്തു, മുട്ടയെല്ലാം പുഴുങ്ങി, ബർഗറെല്ലാം ഓൾമോസ്റ്റ് സെറ്റായിക്കൊണ്ടിരിപ്പുണ്ട്. പിന്നെ എന്താണ്, ഇതിനെല്ലാം കൂടി ഇനി കഴിക്കുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പോൾ വേദയ്ക്കും ഏട്ടനും മാത്രം മതി എന്ന് പറഞ്ഞു. എനിക്കെന്തോ ബിരിയാണി എല്ലാം കഴിച്ച് ഇതുവരെ ഡൈജസ്റ്റ് ആവാണ്ട് വയറൊക്കെ നിറഞ്ഞിരിക്കുക കേട്ടോ. അതിൻ്റെ മീത് ഒരു ഐസ്ക്രീം കൂടെ ആയപ്പോൾ സൂപ്പറായിട്ടോ. ഐസ്ക്രീം കഴിച്ചാൽ ഡൈജഷനൊക്കെ നടക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഐസ്ക്രീം കഴിച്ചത്. പക്ഷേ ഒരു പരിധി വരെ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചത്. എന്തായാലും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുകയാണ്. ബർഗർ അവനിൽ വെച്ച് അവൾ ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ മുട്ടയും കിണ്ടിയെടുത്തപ്പോഴേക്കും നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. എണ്ണയിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച ശേഷം മുട്ടയും കൂടി ഇട്ട് അതിലിട്ട് നന്നായിട്ട് കിണ്ടി എടുത്താൽ നല്ല ടേസ്റ്റാണ്. മുട്ടയും കൊള്ളാം, ബർഗറും കൊള്ളാം, എല്ലാം കൊള്ളാം. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ.